അച്ചായോ എന്തോരം നേരമായി ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നത്. വാ നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഈ വർക്ക് തീർത്തിട്ട് വേണം എനിക്ക് സുഷ്മയുടെ ഭർത്താവ് ജോസൂട്ടി ഇല്ലേ, ജോസൂട്ടിയുടെ കൂടെ എനിക്ക് ആ വില്ലേജ് ഓഫീസ് വരെ പോകണം. അവർക്ക് എന്തോ അത്യാവശ്യമുണ്ട്. അച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ടാന്ന്. നിനക്കെന്തിനാണ് അവരോട് ഈ വൈരാഗ്യ ബുദ്ധി? അവരാ പൈസയൊക്കെ അന്ന് തന്നെ ഇട്ട് തന്നില്ലേ, പിന്നെ എന്തിനാണ് നിനക്ക് ഇങ്ങനെ ദേഷ്യം? എന്താണ്? എന്നാലും അവള് മോശക്കാരിയൊന്നും അല്ല. നീ എന്താ മോശക്കാരിയാണോ? അവളെ അവസാന നിമിഷം എന്റെ കാല് വാരി. അവക്കിട്ട് ഞാൻ എന്തായാലും ഒരു പണി കൊടുക്കും. ഓ മമ്മി, എന്നാ മോനെ? മമ്മിയുടെ ഫോൺ എവിടെയാ? ക്ലബിൽ നിന്ന് മേഴ്സി ആന്റി വിളിച്ചിരുന്നു, കിട്ടണില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഇപ്പോൾ. എന്നാ കാര്യം? അടുത്ത സൺഡേ ക്ലബ്ബിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട് മമ്മി. ഫുഡൊന്നും ഈ പ്രാവശ്യം പുറത്ത് പറയുന്നില്ലെന്ന്. ഓരോരുത്തരും അവരവരുടെ ഓരോ ഫുഡ് ഐറ്റം ഉണ്ടാക്കി ചെല്ലണം. അപ്പം മമ്മി എന്താ ഉണ്ടാക്കി കൊണ്ട് ചെല്ലണേന്നൊന്ന് വിളിച്ച് പറയണേ. ആണല്ലേ? എന്നാ പിന്നെ എന്റെ മാസ്റ്റർ പീസ് തന്നെ ഇറക്കാം. അപ്പവും മട്ടൺ സ്റ്റൂ കറി എങ്ങനെയുണ്ടാവും? മമ്മി എന്താന്ന് വെച്ചാ വിളിച്ചു പറ. വരികയാണിന്നു ഞാൻ നാഥ നിന്റെ മുറിവേറ്റ പാദ. ഈ ഞായറാഴ്ച സുഷമയ്ക്കിട്ട് പണി കൊടുക്കാൻ നല്ല അവസരമാണ്. എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നുണ്ടാവും, അവളും വരുന്നുണ്ടാവും. എന്തായാലും സഹായത്തിന് എൻ്റെ ആങ്ങള സണ്ണിക്കുട്ടിയും കൂടെ വിളിക്കാം. അതാവുമ്പോഴേ അവൻ ഈ തരികയുടെ പരിപാടിക്കൊക്കെ മിടുക്കതാ. ചേച്ചിയെ, സണ്ണിക്കുട്ടി നീ വന്നോടാ. എടാ സണ്ണിക്കുട്ടി, നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോടാ. 100 കൂട്ടം തിരക്കല്ലേ ചേച്ചി. ഇന്ന് തന്നെ 3-4 കാര്യമുണ്ട്. പിന്നെ ചേച്ചി വിളിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ വന്നതാ. എന്താ ചേച്ചി കാര്യം? നീ എന്നെ ഒന്ന് സഹായിക്കണം. ആ സുഷമയ്ക്കിട്ടൊരു പണി കൊടുക്കണം. സഹായിക്കുകയൊക്കെ ചെയ്യാം. ചിക്കിലി വല്ലതും തടയൂ? എടാ സ്വന്തം പെങ്ങളോട് എന്തിനാടാ നീ ഈ കാശിന്റെ കാര്യമൊക്കെ പറയുന്നേ? ചേച്ചിയുടെ ഈ വള സ്വർണ്ണവളയാണോ? അതെ. ഇതെനിക്കൊരു 1 മാസത്തേക്കൊന്ന് മറക്കാൻ തരാമോ ചേച്ചി? എടാ അച്ചായൻ അറിഞ്ഞ എന്നെ കൊല്ലും. ചേച്ചിക്ക് സഹായം വേണ്ടേ? അത് വേണം. അപ്പൊ ചേച്ചി എന്നെ ഒന്ന് 1 മാസത്തേക്ക് മറക്കാൻ വേണ്ടി സഹായിക്കണം. എന്തേലും ചെയ്യ്. ദാ നീ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. ഈ ചെറിയ കാര്യത്തിനാണോ? ഇത് ഞാൻ ഏറ്റു ചേച്ചി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാനും സുഷമയായിട്ട് അങ്ങ് തെറ്റലാടാ. ഓ, അതൊരു പ്രശ്നമാണ്. നമുക്ക് പണി കൊടുക്കണമെങ്കിൽ ചേച്ചി സുഷമയായിട്ടൊന്ന് ലോഹ്യ ആവണം. ആണല്ലേ? എന്നാ പിന്നെ ഞാൻ അവളുടെ അടുത്ത് പതുക്കെ പോയി ലോഹ്യത്തിൽ അങ്ങ് കൂടാം. ലോഹ്യ ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ ലോഹ്യത്തിലാവാം. കുഞ്ഞോളോ, കേറി വാ. പിന്നെ കുഞ്ഞോളെ, അന്ന് പിന്നെ എനിക്ക് യൂറോപ്പിൽ പോകാനുള്ള ഒരു തിടുക്കത്തിന് ഞാൻ വേഗം ഇറങ്ങിയതാണേ. കുഞ്ഞോളൊന്നും വിചാരിക്കല്ലേ. അതൊന്നും സാരമില്ല സുഷമേ, നമ്മൾ ഒറ്റ കേട്ടല്ലേ. എനിക്കങ്ങനെ വിരോധമൊന്നും ഇല്ല. എന്നാ വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെ എന്തുണ്ട് കുഞ്ഞോളെ വേറെ വിശേഷം? സുഖമായിട്ട് പോകുന്നു സുഷമേ. ഞായറാഴ്ചത്തെ പരിപാടിക്ക് സുഷമ വരുന്നില്ലേ? എന്തോ ഉണ്ടാക്കുന്നേ? ഞാൻ ഉണ്ടാക്കുന്നില്ലെന്നേ ഒന്നും. അതായത് 10 മണിക്ക് എനിക്ക് ഒന്ന് ഡൽഹിക്ക് പോകാനുണ്ട്. അപ്പൊ പിന്നെ ഇത് 12 മണിക്കല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്നങ്ങ് വെച്ചു. അയ്യോ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. സുഷമ അങ്ങനെ ഒന്നും ഉണ്ടാക്കാതിരുന്ന സുഷമയുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, ക്ലബിലൊക്കെ എന്തോരം ഫാൻസാ. എന്റെ നാവിന്റെ തുമ്പ തിരിക്കുവാ അതിന്റെ രുചിയെ. അതുകൊണ്ട് സുഷമ അങ്ങനെ ഉണ്ടാക്കാതിരിക്കരുത്. എന്തേലും ഒന്നും ഉണ്ടാക്കുന്നേ. കഴിച്ചിട്ട് എത്ര കാലമായി. പക്ഷെ ഈ സമയമാണ് കുഞ്ഞോളെ പ്രശ്നം. എനിക്ക് അതൊരു പ്രശ്നമില്ലാന്നേ. സുഷമ പോകുന്നത് എയർപോർട്ടിൽ പോകുന്ന നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കൂടെ അല്ലേ. എന്നെ ഏൽപ്പിച്ചാൽ മതി, ക്ലബിലേക്ക് ഞാൻ എത്തിച്ചോളാം. അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാൻ നേരത്തെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി അങ്ങ് എത്തിക്കാം. കുഞ്ഞോള് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. പിന്നെ ഉണ്ടാക്കി ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ ഇച്ചിരി കഴിക്കുകയും ചെയ്യാം. അത് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ശരി എന്നാ. പിന്നെ വേറെന്തൊക്കെയുണ്ട്? വേറെന്താ കുഞ്ഞോളെ, അങ്ങനെയൊക്കെ ഇരിക്കണം. അച്ചായനൊക്കെ സുഖമായിട്ടിരിക്കണം? സുഖമായിട്ട് പോകുന്നു. എന്നാ ശരി കുഞ്ഞോളെ, ഞാൻ ഞായറാഴ്ച നേരത്തെ ബിരിയാണി വീട്ടിലേക്ക് എത്തിച്ചേക്കാമേ. ശരി സുഷമേ, ശരി. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. എന്തായാലും സണ്ണിക്കുട്ടീനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. എടാ സണ്ണിക്കുട്ടി, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നീ അപ്പൊ ഞായറാഴ്ച രാവിലെ ഇങ്ങ് എത്തിയാരെ. ശരി 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 ശരി. സമയം വൈകി. എയർപോർട്ടിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി. എനിക്കാണെങ്കിൽ കുഞ്ഞോളുടെ അടുത്ത് കയറി ഇത് കൊടുത്തിട്ടും വേണം പോവാൻ. വേഗം പോവാം. എടാ സണ്ണിക്കുട്ടി, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നീ അപ്പൊ ഞായറാഴ്ച രാവിലെ ഇങ്ങ് എത്തിയാരെ. ശരി 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 ശരി. സമയം വൈകി. എയർപോർട്ടിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി. എനിക്കാണെങ്കിൽ കുഞ്ഞോളുടെ അടുത്ത് കയറി ഇത് കൊടുത്തിട്ടും വേണം പോവാൻ. വേഗം പോവാം.
ചേച്ചി എല്ലാം റെഡിയാണോ? ആ ദേടാ എല്ലാം നിരത്തി വെച്ചേക്കുമല്ലേ? ആ എന്നാ പിന്നെ ഞാൻ വേഗം കൊണ്ടോട്ടെ ചേച്ചി, എനിക്കിന്ന് വേറൊരു പരിപാടിയും കൂടി ഉള്ളതാ. എടാ ഇത് ഏതൊക്കെയാന്ന് നിനക്ക് അറിയാവോ? എടാ ഇത് സുഷമയുടെ, ആ. ഇത് എന്റെ, ഇത് രണ്ടും എന്റെ. ആ ആ ആ ആ എടാ ഞാനിപ്പോ വരാം. ഒരു മണിക്കൂറടാ, എനിക്ക് ഇവിടെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഞാനങ്ങ് വന്നേക്കാം. എടാ നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി ചേച്ചി. ആണോ? സൂക്ഷിച്ചൊക്കെ കൊണ്ടോണേ. ഞാൻ പറഞ്ഞ കാര്യം അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ശരി, നോക്കി കണ്ടൊക്കെ ചെയ്യും. ശരി ചേച്ചി. ശരി ശരി. എന്താ ഒരു തിരക്ക്. എടി നിന്റെ ആങ്ങളെന്തി? നമുക്ക് പോവാം, വേറെ റെഡിയാവ്. ഓ അവനങ്ങ് പോയിന്നേ, നേരത്തെ പോയി. അവൻ ആ സാധനങ്ങളെല്ലാം കൊണ്ടും പോയി. അവൻ നേരത്തെ പോയോ? എന്തെങ്കിലും ആവട്ടെ, നീ റെഡിയാവും, നമുക്ക് അങ്ങ് പോവാം. ഞാൻ വരുന്നില്ല, എനിക്കങ്ങ് നല്ല തലവേന. അടുക്കളയിൽ രാവിലെ മുതൽ പണിയായിരുന്നില്ലേ. നിങ്ങൾ പോയിട്ട് വാ. ശരി എന്നാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ക്ലബിലാകെ പ്രശ്നമായി കാണും. ഇനി എന്ത് ചെയ്യും എന്റെ കർത്താവേ? കുഞ്ഞോളെ എന്തോ? ഒന്നും പറയണ്ട. ക്ലബിലാകെ പ്രശ്നമാണല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞേ? ഞാൻ അറിഞ്ഞൊന്നുമില്ല. എന്നാ പ്രശ്നം? നിന്റെ അപ്പോ സ്റ്റൂവും കഴിച്ചവരൊക്കെ വയറ്റിളക്കവും ഛർദിയായിട്ട് കിടക്കുക. അയ്യോ എന്റെ അപ്പോ സ്റ്റൂവോ? ആ അപ്പം സുഷമയുടെ ബിരിയാണി കഴിച്ചവർക്കോ? അതിന് കുഴപ്പമൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. അപ്പൊ നമ്മുടെ സണ്ണിക്കുട്ടിയോ? സണ്ണിക്കുട്ടി അവിടെ ഒന്നും കാണാനില്ല, അവൻ ഏതാണ്ട് മുങ്ങിയ പോലെയാ. അയ്യോ അവൻ മുങ്ങിയോ? അളിയാ നീ വന്നാ? എനിക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റി അളിയാ. എന്ത് കയ്യബത്താഴാ? ക്ലബിൽ നടന്ന കാര്യമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് പിന്നെ ഈ ചേച്ചി പറഞ്ഞിട്ടേ, ഈ വയറിളകാനുള്ള ഒരു മരുന്ന് സുഷമേച്ചിയുടെ കാസറോളിൽ ഒഴിക്കാനാ ചേച്ചി പറഞ്ഞത്. പക്ഷെ കാസറോള് മാറിപ്പോയിട്ട് ചേച്ചിയുടെ കാസറോളിലായിപ്പോയി. അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി അളിയാ. എന്റെ കർത്താവേ, എടാ കാലമാടാ. ഈ വെളിവില്ലാത്തവള് പറഞ്ഞു കേട്ടിട്ട് എന്തിനാടാ നീ ഇതിന് കൂട്ടുന്നത്? അളിയാ പറ്റിയത് പറ്റിപ്പോയി. ഈ തവണത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്താളിയാ. എന്റെ ദൈവമേ, ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ തലേക്കടെയാണല്ലോ കയറി വന്നത്. ദൈവമേ, നീ ഇതെല്ലാം കാണുന്നുണ്ടോ എന്തോ? അയ്യോ എന്റെ മീശ. മീശ തട്ടിപ്പാണോ? എന്റെ കർത്താവേ, എന്തെല്ലാം കാണണം ഞാൻ.